അത് കാരണം ഈമാൻ ഇല്ലാതെ ഖുർആൻ വായിക്കുന്നതും ഈമാനോട് കൂടി ഖുർആൻ വായിക്കുന്നതും വ്യത്യാസമുണ്ട്. അത് നമുക്കത് മുസ്ലിമായ ഒരാൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് അയാളുടെ അനുഭവമല്ലല്ലോ അയാൾക്ക്. അയാളിപ്പോൾ ഖുർആനിൽ അവിടെയും ഇവിടെ കട്ട് ചെയ്ത് ഒരായത്തൊക്കെ പേസ്റ്റ് ചെയ്ത് അയാൾക്കത് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ആന്തരിക ഖുർആൻ എന്ന് പറയുന്നത് 1000 മുള്ളറകളുണ്ട് അതിന്. അതിലേക്ക് ഓരോന്നിനും 1000 മുഖങ്ങളുണ്ട് അതിന്. അതിൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ടാണ് ഇത്ര പോകുന്നൊരു ഖുർആനിന് നമ്മൾ ഈ റൂമിൽ കൊള്ളാത്ത തഫ്സീർ ഉണ്ടായത്. 300 തഫ്സീറുകളുണ്ട്. 1000 ജിൽദുള്ള വാല്യങ്ങളുടെ തഫ്സീറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടായത്? അതതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് ആദ്യം പദത്തെ ഇപ്പോൾ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് പറയും പോലല്ല. അതിൻ്റെ ഓരോ പദത്തെയും മുറിച്ച് മുറിച്ച് ആ പദത്തിൻ്റെ നിഷ്പക്ഷി അന്വേഷിക്കും. അതിൻ്റെ തലങ്ങൾ അന്വേഷിക്കും. ആ വാക്ക് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു എന്ന് അന്വേഷിക്കും. എന്നിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അതിന് ഇവർ മാഷ് പറയുന്നത് പോലെ എന്തൊരു എളുപ്പമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം ഖുർആൻ വാങ്ങി തിരുവനന്തപുരം എത്തുന്നത് വരെ 2.5-3 മണിക്കൂർ കൊണ്ട് വായിച്ച് തീരാവുന്ന സംഗതിയാണ്. എന്ത് ആർക്കും എന്തും വിമർശിക്കാവുന്നതാണ്. അതൊരു മതഗ്രന്ഥത്തോട് ചെയ്യുന്നൊരു വഞ്ചനയും കൂടിയാണ്. മതഗ്രന്ഥത്തിൻ്റെ ആളുകൾ വിശദീകരിക്കുന്നതിന് പോലെ അവരിൽ പറയാത്തതും അവർ ചിന്തിക്കാത്തതും അവരാലോചിക്കാത്തതും അവരെ തലയിൽ കെട്ടിവെച്ച് ആക്ഷേപിക്കുക. എന്നാൽ അവരുടെ ഒരു ആലിമിനോട് ചോദിച്ച് ആ മുസ്ലിം ഭാഗത്തുള്ള ഒരാളോട് ചോദിച്ച് അവർക്കതിൻ്റെ വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ അത് എഴുതുന്നത്. അത് ചോദിച്ച് മനസ്സിലാക്കാതെ അതാർക്കും പറയാം. ഓറിയൻ്റലിസ്റ്റുകൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ക്രിസ്തി പാതിരിമാർ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഫാദർ റോഡ്വെല്ലൊക്കെ എഴുതിയിട്ടുണ്ട്. ധാരാളം ആൾ എഴുതിയിട്ടുണ്ട്. അവർ കാണിച്ച മര്യാദ ജബ്ബാർ മാഷ് കാണിച്ചില്ല. അവരുടെ അതിൻ്റെ ആമുഖത്തിൽ 200ഓളം പേജ് ആമുഖം തന്നെ എഴുതിയിട്ടുണ്ട് ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലും മാഷ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ യുക്തിവാദി ഖുർആൻ പരിഭാഷയാണ്. കുറേ ഖുർആൻ പരിഭാഷ ഉണ്ട്. ഒരു ജബ്ബാർ മാഷിൻ്റെ ഒരു ഖുർആൻ പരിഭാഷ വരണം. ഞാനൊരു മതപണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചെയ്യുന്നൊരു സാഹസമാണത്. അല്ലാതെ അതിൻ്റെ സൂക്ഷ്മത ജബ്ബാർ മാഷിൻ്റെ ഒന്ന് നേരെ ചോദിപ്പോൾ 5-6 ആൾ പോയിരുന്നാൽ ജബ്ബാർ മാഷ് എനിക്ക് തോന്നുന്നില്ല അതിനെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്. അങ്ങനെയൊക്കെ കഴിയില്ല. ആരോ എഴുതി കൊടുത്ത് പറയുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആദ്യം പഠിച്ചത് നമ്മൾ ഉപകാരപ്പെടാവുന്ന അറിവാക്കി മാറ്റാൻ ശ്രമിക്കുക. രണ്ടാമത് അമൽ ചെയ്യുക എന്നുള്ളതാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ ജബ്ബാർ മാഷ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിക പണ്ഡിതന്മാർ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം 3 കാര്യത്തിന് നിങ്ങൾ അറിവ് പഠിക്കരുത് എന്നാണ്. പഠിക്കുകയും ചെയ്യരുത്. ഒന്ന്, വല തുമാറു ബിഹി അസ്ഫഹ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവ് സമ്പാദിക്കരുത്. നിങ്ങളൊരു മജ്ലിസിൽ ആളാകാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച ആളാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അറിവ് പഠിക്കരുത്. നിങ്ങൾ ഈ പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്, അതെനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അതായത് വിഡ്ഢികളോട് മാത്സര്യം കാണിക്കുവാനും പണ്ഡിതന്മാരോട് വല തുമാറുബി അൽ പണ്ഡിതന്മാരോട് നിങ്ങൾ ആ പണ്ഡിതന്മാരോട് ഓരോ ഉത്തരം മുട്ടിക്കുക, ഓരോ ചോദ്യം ചെയ്യുക, ആ രീതിയിലും പഠിക്കരുത് എന്നാണ്. ആ അറിവ് എന്തിനാണ്? റസാനത്തുൽ ഇൽമി മൻ കാനാ തുസഖിലുഹു യംശി അലാ ഖാലിയാൻ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ ചില്ലകളൊക്കെ അങ്ങനെ താഴ്ന്നു നിൽക്കും. ചില്ലകൾ ആ ഫലങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് അത് ഉയർന്നു നിൽക്കും. നമ്മുടെ അറിവ് നമുക്ക് താഴ്മയാണ് സൃഷ്ടിക്കേണ്ടത്. തമിഴിലൊരു ചൊല്ലുണ്ട്, നിറഞ്ഞ കുടം തുളുമ്പാതയ്യാൻ. ഒരു കുടം നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുമ്പോൾ ഇളകൊന്നുമില്ല. പാതി വെള്ളാന്ന് വിട്ടാൽ ഒരു കുടത്തിൻ്റെ അങ്ങോട്ടുണ്ട് ഇളകി തെറിച്ചു പോകും. അപ്പോൾ പാതി ഉള്ള ഒരറിവായിട്ട് പോകുമ്പോൾ ഞാൻ തന്നെ ആലിമാന്നൊരു തോന്നൽ വരും. അതിന് അറബിൽ പറയാം തആലും എന്നാണ്. അറിവില്ലാത്തത് അറിവുണ്ടെന്ന് നടിക്കലാണ്. മറ്റേ അത് വരാതിരിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും